അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ബി.ജെ.പി എല്ലാവിധ ആയുധങ്ങളോടെയും സന്നാഹങ്ങളോടെയും ബി.ജെ.പി രംഗത്ത് ഇറങ്ങുകയാണ്. അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവരുടെ തന്ത്രങ്ങൾ അതൊക്കെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാലേ നിങ്ങൾ വിയർക്കും കേട്ടോ. നിങ്ങൾ വിയർക്കുക തന്നെ ചെയ്യും. അവസാനം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്വപ്നവും പോവും, എല്ലാം തകിടം മറിയും. അപ്പോ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അത്ര എളുപ്പം വിജയിച്ചു വരാമെന്ന ഒരു എന്താ പറയുക, ഈസി ആയിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണരുത്. അങ്ങേപ്പുറം എല്ലാ കുതന്ത്രങ്ങളും അറിയാവുന്ന പിണറായി വിജയനാണ്. ഇങ്ങേപ്പുറത്ത് ബി.ജെ.പി എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന അവരുടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്തതാണ്. അവർ ജനങ്ങൾക്ക് അടിത്തട്ടിലിറക്കി ഇറങ്ങിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ് കേട്ടോ. അവരവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് അവരെത്ര സീറ്റുകൾ, ഒരു സീറ്റും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 40 സീറ്റാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അവരൊരു 40 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ബി.ജെ.പി പക്ഷത്തേക്ക് ആൾക്കാരുടെ ഒഴുക്കായിരിക്കും. മുസ്ലിം ലീഗ് പോലും വരും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും CPI ഒക്കെ ബി.ജെ.പിയിലേക്ക് വരും. നമുക്ക് കാണാം. അപ്പൊ അടുത്ത് CPM അല്ല കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള ആ ലളിത എന്താ പറയാ സൂത്രവാക്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മാറ്റിവെക്കാം. അടുത്ത തവണ ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ അതോടെ ഇവിടെ CPM തീരും, കോൺഗ്രസും തീരും. ആദ്യം തീരുന്ന കോൺഗ്രസ് ആയിരിക്കും. കാരണം ഈ കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് കൂടുതൽ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവാത്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾ, രാഷ്ട്രീയ കുത്തൊഴുക്കുകൾ അല്ലേ? ഐഷാപ്പറ്റി കോൺഗ്രസിലേക്ക് CPM-ൽ നിന്ന് പോകുന്നു. CPM-ലെ പ്രമുഖരായ പല ആൾക്കാരും ബി.ജെ.പിയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. കാത്തിരിക്കാം എന്നുള്ളതല്ല, ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് അപഗ്രഥിക്കാം. ഈ മുന്നറിയിപ്പുകൾ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതാണെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് ജയിച്ചു വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റാവുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ എന്തായാലും ഇടതുപക്ഷം ജയിക്കാൻ പോകുന്നില്ല. കാരണം അത്രക്കും വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇത്ര വലിയ ഒരു പരാജയം ഇടതുപക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് തൊട്ടു മുമ്പാണ് ഒരുപാട് ക്ഷേമ പദ്ധതികളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ വീടാന്തരമുള്ള സ്ത്രീകൾക്ക് മുഴുവനും പെൻഷൻ, പിന്നെ ഈ 1600 രൂപ എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കുന്നു. അങ്ങനെ ഒരുപാട് കണ്ണിൽ പൊടിയിടലൊക്കെ നടത്തിയെങ്കിൽ കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂക്കുകുത്തി വീണു ഇടതുപക്ഷ മുന്നണി. എന്തായിരുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം? കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഒരു പരാജയം ഇടതുപക്ഷ മുന്നണിക്ക് ഒരിക്കലും സാധാരണ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഒരിക്കലും LDF തകരില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ഇടങ്ങളിൽ പോലും LDF അടിതെറ്റി. കോൺഗ്രസ്സുകാർ തന്നെ ആകെ ഞെട്ടി. ഇത്ര വലിയ വിജയം അവര് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചടക്കി. ബി.ജെ.പി അവരുടെ ഗ്രാഫ് കുറേ കൂടി ഉയർത്തി, കുറേ കൂടി സീറ്റുകൾ കിട്ടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു തെറ്റ് തിരുത്തലിൻ്റെതായ ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയത്തിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കും. പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് എന്തൊക്കെയാണ്, എവിടേക്കാണ് തകരാറുകൾ പറ്റിയത്, എവിടേക്കാണ് തെറ്റുകൾ പറ്റിയത്, ആ തെറ്റുകൾ നമ്മൾ തിരുത്താനാണ് നോക്കുക. പക്ഷേ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് CPM, ഞങ്ങൾക്ക് തെറ്റുകളൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളെ ക്യാപ്റ്റന് തെറ്റുകൾ പറ്റില്ല, പിണറായി വിജയൻ ഒരിക്കലും തെറ്റുകൾ പറ്റില്ല, കാരണം പിണറായി വിജയൻ ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് അടിമ കമ്മികളുള്ളത് കൊണ്ട് അവര് ഇപ്പൊ ഇന്നത്തെ പത്രത്തിലും TP രാമകൃഷ്ണൻ പറയുന്നു, ഇടതുപക്ഷ മുന്നണിക്ക് ഈ CPM-ന് തെറ്റുകൾ പറ്റില്ല. പോട്ടെ. അപ്പൊ ഇവരൊന്നും തിരുത്തുന്നില്ല. അതേ സമയത്ത് തന്നെ ഓരോ ദിവസവും ഇവരുടെ ഒരു കാട്ടാള നീതി. ഇപ്പൊ ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത, നാളെയോ മറ്റന്നാളാണ് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ പുസ്തകം പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
CPM-നെതിരായ ഒരുപാട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്ന പുസ്തകം ഒരു വലിയ ബോംബ് തന്നെയായിരിക്കും. അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി തന്നെ പണ്ട് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവ് കോടതിയുടെ അനുവാദം തേടിയിരിക്കുകയാണ്, കോടതിയുടെ പോലീസ് സംരക്ഷണം തേടിയിരിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്തൊക്കെയാവട്ടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സത്യം വിളിച്ചു പറഞ്ഞതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, പോട്ടെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ മനുഷ്യൻ തയ്യാറാക്കിയ ഒരു പുസ്തകം പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന് കോടതിയിൽ ഹർജി നൽകുന്നു. കോടതി അത് അംഗീകരിച്ചുകൊണ്ട് പോലീസ് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് വിധിയായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോലും പോലീസ് സംരക്ഷണം വേണ്ടി വരുന്ന നാട്. കുഞ്ഞികൃഷ്ണൻ സഖാവ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പിന്നാലെ, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് വയലിൽ കൊണ്ടുപോയി കത്തിച്ചു. അദ്ദേഹത്തിന് വീടിന് മുന്നിൽ തെറി അഭിഷേകം, മുദ്രാവാക്യം വിളികൾ, ഗുണ്ട് പൊട്ടിക്കൽ, പടകം പൊട്ടിക്കൽ, ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട്, നിങ്ങൾ ആലോചിക്കണേ, പോലീസ് സംഘത്തിന് നേരെ, പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി 1 മാസം ജയിലിൽ കിടന്ന് അയാൾ പരോളിലിറങ്ങി 15 ദിവസത്തെ പരോളിലിറങ്ങി. ഞാൻ അറിയുന്നത് വീണ്ടും അതിന് 15 ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഈ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കുറ്റവാളികൾക്കാണ്, കൊലയാളികൾക്കാണ്, ഗുണ്ടകൾക്കാണ്. അപ്പോൾ ഈ CPM-ന്റെ ഈ ഗുണ്ട, അതായത് പോലീസുകാരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞതിന് 20 വർഷം ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ ഈ പ്രതി ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ സഖാവിന് എതിരായി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പടിക്കൽ പോയിരുന്നു കണ്ട് ഗുണ്ട് പൊട്ടിക്കാനും, തെറി വിളിക്കാനും, മുദ്രാവാക്യം വിളിക്കാനും, അക്രമത്തിന് ആഹ്വാനം ചെയ്യാനും. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും CPM എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്താണ് നമ്മുടെ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്സുകാർ ഇപ്പം കരുതിയ എന്താണെന്നറിയോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ ഞെട്ടിക്കുന്ന വിജയം ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രവർത്തനം കൊണ്ടല്ല. കോൺഗ്രസ്സുകാർ ഇവിടെ എന്ത് പ്രവർത്തനം നടത്തിയത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രത്യേകിച്ച് ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തിയത്? ഒന്നും നടത്തിയിട്ടില്ലാന്നേ. സ്ഥാനാർത്ഥികളെ കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചു, ശരി തന്നെ, സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു. മറ്റേ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ജയിച്ചോളൊന്നുമില്ല. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കാർത്തികേയന്റെ മകനെ ശബരിനാഥിനൊക്കെ പ്രഖ്യാപിച്ചു, ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ പൊട്ടിപ്പോയി. അപ്പൊ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ അടിത്തട്ടിൽ ഇറങ്ങി ആ രീതിയിലുള്ള പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ CPM-നെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബദൽ, കാരണം BJP ആയിട്ടില്ല എന്നൊരു ധാരണയിൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ധാരണയിലാണ് കോൺഗ്രസ്സുകാർ കേട്ടോ. അമിതമായ ആത്മവിശ്വാസം. അപ്പൊ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊന്നും വേണ്ട എന്ന് AICC പറഞ്ഞതുകൊണ്ട് തൽക്കാലം ആ ഒരു ചർച്ചയൊന്നും ഇപ്പൊ ഇല്ല. VD സതീശൻ സ്വപ്നം കണ്ട് നടക്കുകയാണ്, അടുത്ത മുഖ്യമന്ത്രി താനാണ്. രമേശ് ചെന്നിത്തല വിട്ടുകൊടുക്കുന്നില്ല. ഏറ്റവും അവസാനം NSS SNDP ഐക്യത്തിൽ നിന്ന് NSS പിന്മാറാനുള്ള കാരണം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ചില സമ്മർദ്ദമാണ്. NSS സുകുമാരൻ നായർ ഇപ്പോഴും ആഗ്രഹിക്കുന്നു രമേശ് ചെന്നിത്തലയെ അടുത്ത മുഖ്യമന്ത്രിയായി കാണാൻ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴും മുഖ്യമന്ത്രി ആരായിരിക്കണം? VD സതീശനായിരിക്കോ, രമേശ് ചെന്നിത്തല ആയിരിക്കോ, അതല്ല KC വേണുഗോപാൽ ഇറങ്ങി വരുമോ, അതല്ല മറ്റു വല്ലവരുമായിരിക്കോ എന്നൊക്കെയുള്ള ധാരണ ഇല്ലായ്മ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തൽക്കാലം ഹൈക്കമാൻഡിന്റെ ഒരു കണ്ണുരുട്ടലിൽ ഇത് ശാന്തമായി, പുറമെ നമ്മൾ ശാന്തമായി കാണുകയാണെങ്കിൽ ഉള്ളിലുള്ള പാരവെപ്പ് ഇപ്പോഴും നല്ല രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസരത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ആയാൽ മതിയോ? ഇനി വരാനിരിക്കുന്ന ഒരു 2.5 മാസം, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ 2.5 മാസം ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയത് ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ശക്തിധരൻ ഇന്നലെ മെനയാന്ന് ഇട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ആലസ്യത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ കട്ടപ്പുക എന്നാണ് പറയുന്നത്. കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പാണ്. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ആലസ്യത്തിൽ നിന്ന് ഉണർന്നില്ല എങ്കിൽ കട്ടപ്പുകയായിരിക്കും. കാരണം കാരണഭൂതത്തെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് ശക്തിധരൻ പറയുന്നത് കേട്ടോ. കാരണം കാരണഭൂതം കളിക്കും.
ഒരു കളി കളിക്കും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ജാഗ്രതരാവുക എന്നാണ് ഈ പോസ്റ്റില്. ആ പോസ്റ്റിന്റെ കുറച്ച് നീണ്ടൊരു പോസ്റ്റാണ്. ഞാൻ അതിൽ ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഭരണവിരുദ്ധ വികാരം അതിന്റെ പാരമ്യത്തിലാണ് എന്ന് ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ഏതൊരാളും ചൂണ്ടിക്കാട്ടുമ്പോഴും, അല്ലെ, ആർക്കും അങ്ങനെ ഒരു എതിരഭിപ്രായം ഇല്ലല്ലോ. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നത് CPM-ന്റെ നേതാക്കന്മാർ മാത്രമാണ്. അവർ പുറത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ അറിയാം. അറിയാത്ത ആരുമില്ല. ഭരണവിരുദ്ധ വികാരം, കാരണഭൂതത്തോടുള്ള എന്താ പറയാ ദേഷ്യം, അല്ലെ, ഈ കാരണഭൂതത്തിന്റെ നടപടികൾ, അയാളുടെ അഹങ്കാരം, ഇതൊക്കെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഏതൊരാളും ചൂണ്ടിക്കാട്ടുമ്പോഴും നാം ഒരു നഗ്നസത്യം മനസ്സിലാക്കേണ്ടത്, ജീവിതം ഇത്രയേറെ ഇല്ലായ്മകൾ കൊണ്ട് എരിപൊരി കൊള്ളുമ്പോൾ മറുഭാഗത്ത് ജനങ്ങളുടെ ജീവിതമാകെ എരിപൊരി കൊള്ളുകയാണ്. ഇല്ലായ്മ കൊണ്ട് വിലക്കയറ്റം, നമുക്കറിയാലോ, നമ്പർ വൺ എന്ന് പറയുമ്പോ വിലക്കയറ്റത്തിൽ കേരളമാണ് നമ്പർ 1. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വില കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി അങ്ങനെയാണ്. അതിന്റെ എന്താ പറയാ അടുത്തുപോലും മറ്റു സംസ്ഥാനങ്ങൾ വരുന്നില്ല. അത്രമാത്രം വില കൂടുതലാണ് കേരളത്തിൽ. ആരും മിണ്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ ശീലമായി കഴിഞ്ഞു. ഇതെങ്ങാനും കോൺഗ്രസ് ഭരിക്കുമ്പോ CPM ആണ് പ്രതിപക്ഷത്തെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും? ആരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും ഇവിടെ വൻ വിലക്കയറ്റം എന്ന് പറയുന്നത് ആ വിലക്കയറ്റത്തിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ കോലാഹലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്? ഇല്ല, ഒന്നുമില്ല. അതൊക്കെ മറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുർബലമായ പ്രതിരോധമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ശക്തിധരൻ പറയുന്നത്, അതായത് എരിപൊരി കൊള്ളുകയാണ് ജനങ്ങൾ ഇല്ലായ്മ കൊണ്ട്. അങ്ങനെ എരിപൊരി കൊള്ളുമ്പോൾ സർക്കാരിന്റെ അഭൂതപൂർവമായ പ്രീണനത്തെ അതിജീവിക്കാൻ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം എത്രമാത്രം അചഞ്ചലമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഭരണകക്ഷിയുടെ പ്രീണനം, പിണറായി വിജയൻ പ്രീണനവുമായി വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രീണനത്തെ അതിജീവിക്കാൻ ഈ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറയാറുണ്ട്, ഈ കിറ്റ് കൊണ്ട് എല്ലാ കാലത്തും കിറ്റ് കൊണ്ട് രക്ഷപ്പെടില്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തിട്ടാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങിയതെന്ന് എല്ലാവർക്കും അറിയാം. കിറ്റ് കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു. നമ്മൾ സാധാരണ പറയും, ഞാനും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ചക്ക വീണ് മുയൽ ചത്ത് എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രാവശ്യം ചക്ക വീഴണമെന്നില്ല, വീണാലും മുയലിന്റെ തലയിൽ കൊള്ളണമെന്നില്ല, മുയലിന്റെ തലയിൽ വീണാലും ചിലപ്പോൾ മുയൽ ചാകണമെന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ വീണ്ടും കിറ്റ് കൊടുത്തിട്ട് ജനങ്ങളെ പ്രീണിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് പൊതുവായി പറയാം. പക്ഷേ ജനങ്ങൾ അത്രമാത്രം കഷ്ടപ്പാടിലാണ്, അത്രമാത്രം എരിപൊരി കൊള്ളുകയാണ്. അവരുടെ ആ ജീവിത വിഷമത്തിനിടയിൽ ഈ പോകാൻ പോകുന്ന 2.5 മാസത്തിനുള്ളിൽ ആദ്യത്തെ പ്രീണനം നടത്തി കഴിഞ്ഞു. കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് എന്ന് പറയുന്നത് 1ാം നമ്പർ പ്രീണനമാണ്. എന്തൊക്കെയാണ് ബജറ്റിൽ വാഗ്ദാനങ്ങൾ നൽകിയത്? എന്തൊക്കെ അല്ലേ? ഒരിക്കലും നടപ്പായില്ല എന്നറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. ഇപ്പൊ ശമ്പള കമ്മീഷനെ നിയമിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഗവൺമെന്റ് ജീവനക്കാരൊക്കെ ഭയങ്കര ഒരു ത്രില്ലാണ്. ശമ്പള കമ്മീഷൻ വരുന്നു, ശമ്പളം കൂടാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്ക് ഒരു ഗഡു എന്താ പറയാ, ഈ കുടിശ്ശിക DA കുടിശ്ശിക ഇതാ കിട്ടാൻ പോകുന്നു. അവര് ഹാപ്പിയായി. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ചെറിയ കൂട്ടലുകൾ. ആശാ വർക്കർമാർക്ക് ഒരു 1000 രൂപ കൂട്ടുന്നു. ചില അത്തരത്തിലുള്ള എന്താ പറയാ അസംഘടിത മേഖലയിലെ ആൾക്കാർക്ക് ചെറിയ ചില കൂട്ടലുകള്. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ ജനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ തടയിടാൻ വേണ്ടിയിട്ട് പ്രീണനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതാ പ്രീണനങ്ങൾ, മറ്റൊരു പ്രീണനമാണ് ഈ അതിവേഗപാത എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് പരിപാടി. അതിവേഗപാത ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സമ്മതത്തോടെയും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് അതൊന്നും അല്ലാത്ത, ഒരു അംഗീകാരവും കിട്ടാത്ത നഗരവികസന വകുപ്പിന്റെ പരിധിയിൽ വരാവുന്ന വേറൊരു അതിവേഗ പാതയെക്കുറിച്ച് RRTS എന്ന് പറയുന്ന വേറൊരു സങ്കല്പം അവതരിപ്പിക്കുന്ന, അതിനു വേണ്ടി 100 കോടിയും വകയിരുത്തുന്നു. അപ്പൊ ഇനി ഇവര് പറയാൻ പോകുന്നത് ഇതാ അതിവേഗ പാത വരുന്നു, വിഴിഞ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളലായിരിക്കും. തള്ളലോട് തള്ളൽ ആണോ? ഈ തള്ളലിലൊക്കെ ജനം വീണ് പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ 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 പ്രസക്തമായ കാര്യമാണ് ജി ശക്തരൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ജനങ്ങള്, കഷ്ടപ്പെടുന്ന ജനങ്ങൾ, എരിപൊരി കൊള്ളുന്ന ജനങ്ങൾ, അവർക്ക് കിട്ടുന്ന ഈ ഇത്തരത്തിലുള്ള പ്രീണന സംഭവങ്ങൾ, അവർക്ക് കിട്ടുന്ന ഈ സൗജന്യങ്ങൾ, അവർക്ക് കിട്ടുന്ന വാഗ്ദാനങ്ങൾ, ഈ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ചു പോയാൽ കോൺഗ്രസ്സുകാരാ, അത്ര എളുപ്പമല്ല നിങ്ങളുടെ വിജയം എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ജി ശക്തിധരൻ.
മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂന്നാം തവണ തനിക്ക് അധികാരത്തിൽ വരണം, തനിക്കല്ല തന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കണം. അതാണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ദൗത്യം എന്ന് പറയുന്നത്. ഈ വയസ്സാം കാലത്ത് അദ്ദേഹത്തിന്റെ ഏക ജീവിതാഭിലാഷം എന്ന് പറയുന്നത് എന്തായാലും അടുത്തൊരു 5 വർഷം വീണ്ടും മുഖ്യമന്ത്രിയായി പോകാൻ അദ്ദേഹത്തിന് ആരോഗ്യം സമ്മതിക്കില്ല. നമുക്കൊക്കെ അറിയാം, ഒരു മനുഷ്യന്റേതായ പരിമിതികളുണ്ടല്ലോ. ആരോഗ്യത്തിന്റേതായ പരിമിതികളുണ്ട്, വാർദ്ധക്യത്തിന്റേതായ അവശതകളുണ്ട്, ഒക്കെയുണ്ട്. അദ്ദേഹം 3ാം തവണയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആകുന്നതിന് നമുക്കൊന്നും വിരോധമില്ല. 3ാം തവണയും CPM വിജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ ആയിക്കോട്ടെ. പകരം ആളില്ലല്ലോ. പകരം ആളില്ലാതാക്കിയത് വിജയനാണ്. കാരണം പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു മരുമോനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വെട്ടി നിരത്തിയത്. ഇപ്രാവശ്യം 2021 അധികാരത്തിൽ വന്നപ്പോൾ ഒരു 2ാം നിര നേതാക്കന്മാരെ മുഴുവൻ വെട്ടി നിരത്തി. ആരും അങ്ങനെ ഷൈൻ ചെയ്ത് വരണ്ട, മരുമോൻ മാത്രം മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയമാണ് വിജയം കാണുക എന്ന ഒരു അപകട സൂചന ശക്തിധരൻ നൽകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നാലേ ഇവിടെ വിജയിക്കാൻ പറ്റൂ. കോൺഗ്രസ്സുകാരെ, നിങ്ങളുടെ നേതാവ് കനകോലെന്നല്ല പറയുന്നത്, ജി ശക്തിധരൻ. കേരള രാഷ്ട്രീയത്തിന്റെ എല്ലാ ഉന്നതികളും എല്ലാ ഗർത്തങ്ങളും അതിലൂടെ ഒക്കെ കയറിയിറങ്ങിയ CPM-ന്റെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാവുന്ന ജി ശക്തിധരൻ പറയുകയാണ്, നമ്മൾ കണ്ണിലെണ്ണ ഒഴിച്ചിരുന്നാലേ ഇവിടെ വിജയിക്കാൻ പറ്റൂ. ഏക പോംവഴി ഇടതടവില്ലാത്ത രാഷ്ട്രീയ മിഷണറിയുടെ ഉപയോഗമാണ്. ഇടതടവില്ലാതെ രാഷ്ട്രീയ മിഷണറി നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും പോയി കണ്ട് VD സതീശന്റെ പ്രസംഗം നടത്തിയോണ്ട്, നിയമസഭയെ പ്രസംഗം നടത്തിയോണ്ടൊന്നും ആയില്ല. ഇടതടവില്ലാതെ നിങ്ങൾ പ്രതിരോധമുയർത്തണം. ആലസ്യത്തിന്റെ മഹാനിദ്രയിൽ കഴിയുന്ന കോൺഗ്രസിന് അത് എത്ര കണ്ട് സാധ്യമാകുമെന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. ഇപ്പോഴും ആലസ്യത്തിന്റെ മഹാനിദ്രയിലാണ്. ഇങ്ങനെയല്ല കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കേണ്ടത്. ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല ഇത്. ആവശ്യത്തിന് കേഡർമാരെ കണ്ടെത്തി എന്താണ് ഇക്കാര്യത്തിൽ ജനങ്ങളോട് സംവദിക്കേണ്ടത് എന്ന് ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി രംഗത്തിറങ്ങിയാൽ അതിൽ ഫലമുണ്ടാകും. പക്ഷേ കുറിപ്പിൽ കാമ്പുണ്ടാകണം. എന്ന് പറഞ്ഞാൽ അടിത്തട്ടിലേക്ക് ഇറങ്ങുക, ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുക. ഞങ്ങൾ അധികാരത്തിൽ ഇറങ്ങിയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതിൽ കാമ്പുണ്ടാകണം, ജനങ്ങൾക്ക് വിശ്വാസ്യത വരണം. അതിനുള്ള ഗ്രൂപ്പിനെ കണ്ടെത്തണം, അതിനുള്ള ആളുകളെ കണ്ടെത്തണം. ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. പക്ഷെ ഇതൊക്കെ ആരോട് പറയും? സർവജ്ഞ പീഠം കയറിയവരോട് ആര് പറയുന്നതാണ് ശക്തിധരൻ ചോദ്യം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ഈ കടൽ കിഴവന്മാർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, തങ്ങൾ എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്, ഞങ്ങളോട് ആരും ഉപദേശിക്കാനൊന്നും വരണ്ട എന്നാണ് കോൺഗ്രസിലെ ഈ കടൽ കിഴവന്മാരുടെ ഒരു ബോധ്യം കേട്ടോ. ഈ കടൽ കിഴവന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അവരാദ്യം ചെയ്യാൻ പോകുന്നത് അവരുടെ യുവജന നിരയെ അവർ തകർക്കുകയാണ്. ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവർക്ക് വീണ്ടും മത്സരിക്കണം. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ അധികാരം നിലനിർത്തണം. അതല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഈ നേതൃത്വത്തിലുള്ള ഈ ഗുണ്ടാഭരണത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതൊന്നുമല്ല അവരുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം കേട്ടോ. പാർട്ടിയെ പോലും മുന്നിലേക്ക് വരുത്തണം എന്ന് പറയുന്ന ആഗ്രഹം അവർക്കില്ല. അതാണ് ശക്തിധരൻ പറയുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണ്? സർവജ്ഞപീഠം കയറിയവരോട് ആര് പറയും? മുഖ്യമന്ത്രി സമസ്ത സന്നാഹങ്ങൾ ഒരുക്കി ഒരു വാർ റൂം തുറന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി സമസ്ത സന്നാഹങ്ങളോടെയും ഒരു വാർ റൂം തുറന്നിരിക്കാൻ നമുക്കറിയപ്പോ കടന്നു പോകുന്ന വഴികളിലൊക്കെ മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളാണ് അല്ലെ. എന്തൊക്കെ തള്ളലുകളാണ്. പോകുന്ന നമ്മുടെ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോഴേ ഇരുഭാഗത്തും മുഖ്യമന്ത്രി ഇങ്ങനെ പല്ലളിച്ചിരിക്കുന്നുണ്ട്. എന്നെ തെരഞ്ഞെടുക്കൂ, വീണ്ടും എന്നെ തെരഞ്ഞെടുക്കൂ, ഞാനിതാ തേനും പാലും ഒഴുക്കാൻ പോകുന്നു എന്ന മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് തിരുവോർത്തൊക്കെ നിറയുന്നത്. കോൺഗ്രസ്സുകാരുടെ ഒരു പൊടി പോലും, അവരുടെ ഒരു പ്രതിരോധം പോലും എവിടെയും കാണാനില്ല. മുഖ്യമന്ത്രി സമസ്ത സന്നാഹങ്ങളും ഒരു വാർ റൂം തുറന്നിട്ടുണ്ട്. ഒരു ഈച്ച അതുവഴി പോകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓർബിറ്റ് കടക്കണം. തിരഞ്ഞെടുപ്പ് പ്രചാരണ സന്നാഹങ്ങൾ തുടങ്ങിയിട്ട് എത്ര ദൂരം പിന്നിട്ടിരിക്കുന്നു എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. വീട് വിടാതനം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അടി കിട്ടുന്നുണ്ട്, ചൂലെടുത്ത് പെണ്ണുങ്ങൾ തല്ലുന്നുണ്ട്, അതൊക്കെ കൊള്ളുന്നുണ്ട്. പോയി വീട്ടിൽ കയറി പാത്രം കഴുകി കൊടുക്കുക, അടിച്ചു വാരി കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാവിധ തറപ്പണികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണ്. ഇനി ഇതാ മറ്റേ കേഡർമാരെ ഇറക്കാൻ പോകുന്നു വീടുകളിലേക്ക് സർക്കാർ ചെലവിൽ. പിണറായി വിജയൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യുവാക്കളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചില പ്രത്യേക അലവൻസുകൾ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ കഴിഞ്ഞ കുറെ ആഴ്ചകളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാവിധ സന്നാഹങ്ങളുടെയും CPM മുന്നോട്ട് പോകുകയാണ്. പക്ഷെ ഇതൊന്നും കോൺഗ്രസ്സുകാർ അറിയുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അറിഞ്ഞിട്ടും അവർ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യുന്നില്ല. പേരിനൊന്ന് മൂളുകയല്ലാതെ ഒരു പ്രോ ആക്റ്റീവ് പ്രത്യാക്രമണം നടത്താൻ കോൺഗ്രസിന് ആവുന്നില്ല. ഒരു പ്രോ ആക്റ്റീവ് പ്രത്യാക്രമണം നടത്താൻ കോൺഗ്രസിന് പറ്റുന്നില്ല.
അത്തരത്തിലുള്ള സൈനിക മുറ കോൺഗ്രസിന്റെ ആവനാഴിയിലില്ല. അതേസമയം ഇടതുപക്ഷം തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇടതുപക്ഷം ഇപ്പൊ ഉദാഹരണം ശബരിമല തന്നെ എടുക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നമുക്കറിയാലോ, ജില്ലാ കമ്മിറ്റി അംഗമായ പത്തനംതിട്ടയിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ അകത്ത് കിടക്കുന്നു. എൻ വാസു, പിന്നേറാണ് വിജയകുമാർ തുടങ്ങി CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അയ്യപ്പന്റെ സ്വർണ്ണം കൊള്ളയടിച്ചിട്ട്. പക്ഷേ ഈ CPM-മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വർണ്ണക്കൊള്ള നടത്തിയത് സോണിയാഗാന്ധിയാണ്, അടൂർ പ്രകാശാണ്, ആന്റോ ആന്റണിയാണ്, തന്ത്രിയാണ്, പോറ്റിയാണ്. ഇവര് തങ്ങളുടെ ഈ ജയിലിലായ തങ്ങളുടെ നേതാക്കളെ കുറിച്ച് മിണ്ടുന്നില്ല. ഇനി അറസ്റ്റിലാവാൻ പോകുന്ന കടകംപള്ളി, വാസവൻ, മറ്റേ പ്രശാന്ത് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോഴേക്കാണ് SIT-യെ പിണറായി കൈപ്പിടിയിലാക്കിയത്. SIT-യെ കൈപ്പിടിയിലാക്കി. ഇനി കൂടുതൽ അന്വേഷണം വേണ്ട, ഹൈക്കോടതി പറഞ്ഞാലും നിങ്ങളൊക്കെ എന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പിണറായി വിജയൻ ഹൈക്കോടതിക്കും മേലെ പിണറായി വിജയൻ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ശബരിമല പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച CPM-കാർ ഇവരിങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങളാകെ ഇളകിയിട്ട് ഇവരെവിടുന്ന് അടിച്ചോടിക്കില്ലേ? ഒരു വോട്ട് ഇവർക്ക് കിട്ടുമോ? പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഭയങ്കര സമാധാനത്തിലാണ്. TV ചർച്ചകളൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും അകത്ത് കിടക്കുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ഇവരുടെ വർത്താനം കേട്ടാൽ ഇവർ ഇറക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ അവസാനം ന്യായീകരണ തൊഴിലാളികളൊക്കെ മാറാൻ തുടങ്ങി. ന്യായീകരിച്ച് നമ്മളെ ഹസ്കർ മാറി, അതിന്റെ മുന്നേ നമ്മളെ വേറെ എന്താണ് റെജി ലൂക്കോസ് മാറി. അപ്പൊ റെജി ലൂക്കോസ് എന്ന് പറയുന്ന CPM-ന്റെ ന്യായീകരണ പ്രവർത്തകനും BN ഹസ്കർ എന്ന് പറയുന്ന ന്യായീകരണ പ്രവർത്തകനും ഒക്കെ ഇപ്പോ CPM ഉപേക്ഷിക്കുകയാണ്. എത്ര എന്ന് വെച്ചിട്ടാണ് താങ്ങുക? എത്ര എന്ന് വെച്ചിട്ടാണ് അവസരം താങ്ങുക? പക്ഷെ ഇതൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനൊന്നും പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അപകട സൂചനയാണ് കേട്ടോ. ഇനി സാധാരണ ജനങ്ങളാവട്ടെ കൊടിയ ദുരിതത്തിലാണ്. പുതുതായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാണുമ്പോൾ ഈ ഇല്ലായ്മ അതിജീവിക്കാൻ എന്തവസരം മുന്നിലെത്തിയാലും ജനങ്ങൾ ആ പ്രീണനത്തിന് മുന്നിൽ ചാടി വീഴും. മനുഷ്യരല്ലേ? ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയാണ്. മനുഷ്യരല്ലേ? പ്രീണനത്തിൽ ജനം വീണുപോകും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷന് തൊട്ടു മുമ്പ് അവർക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. കാരണം ഇവര് MM മണി എന്ന് പറയുന്ന ഒരു അധമൻ അപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ തന്നത് നക്കി തിന്ന് പോയിട്ട് നിങ്ങൾ അപ്പുറം പോയി കുത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാവുന്ന കാട്ടാളന്മാർ അപ്പുറമുണ്ട്. അതിന്റെ ഒരു പേടിയുണ്ടാവും. 1 2 3 അടിച്ചു കൊന്നു, കുത്തിക്കൊന്നു, ചവിട്ടിക്കൊന്നു, വെടിവെച്ച് കൊന്നു, ഇനിയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരാണ്. അപ്പൊ ജനങ്ങൾക്ക് പേടിയുമുണ്ട്, വിധേയത്വമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ശക്തിധരം പറയുന്നത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാടി ജയിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഒന്നും എളുപ്പമല്ല. ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. BJP എല്ലാവിധ ആയുധങ്ങളോടെയും സന്നാഹങ്ങളോടെയും BJP രംഗത്തിറങ്ങുകയാണ്. അവരുടെ എന്താ പറയാ, അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവരുടെ തന്ത്രങ്ങൾ അതൊക്കെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാലേ നിങ്ങൾ വിയർക്കും കേട്ടോ. നിങ്ങൾ വിയർക്കുക തന്നെ ചെയ്യും. അവസാനം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്വപ്നവും പോവും, എല്ലാം തകിടം മറിയും. അപ്പോ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അത്ര എളുപ്പം വിജയിച്ചു വരാമെന്ന ഒരു എന്താ പറയുക ഈസി ആയിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണരുത്. അങ്ങേപ്പുറം എല്ലാ കുതന്ത്രങ്ങളും അറിയാവുന്ന പിണറായി വിജയനാണ്. ഇങ്ങേപ്പുറത്ത് BJP എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന അവരുടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്തതാണ്. അവർ ജനങ്ങൾക്ക് അടിത്തട്ടിലിറക്കി ഇറങ്ങിക്കൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ് കേട്ടോ. അവരവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് അവരെത്ര സീറ്റുകൾ, ഒരു സീറ്റും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 40 സീറ്റാണ് അവർ ലക്ഷ്യമാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് അവരൊരു 40 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? BJP പക്ഷത്തേക്ക് ആൾക്കാരുടെ ഒഴുക്കായിരിക്കും. മുസ്ലിം ലീഗ് പോലും വരും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും CPI-യും ഒക്കെ BJP-യിലേക്ക് വരും. നമുക്ക് കാണാം. അപ്പൊ അടുത്ത് CPM അല്ല കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള ആ ലളിത
ലളിത എന്താ പറയാ സൂത്രവാക്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മാറ്റിവെക്കാം. അടുത്ത തവണ BJP അധികാരത്തിലെത്തിയാൽ അതോടെ ഇവിടെ CPM തീരും, കോൺഗ്രസും തീരും. ആദ്യം തീരുന്ന കോൺഗ്രസ് ആയിരിക്കും. കാരണം ഈ കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്ക് കൂടുതൽ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവാത്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾ, രാഷ്ട്രീയ കുത്തൊഴുക്കുകൾ അല്ലേ. ഐഷ പറ്റി കോൺഗ്രസിലേക്ക് CPM നിന്ന് പോകുന്നു. CPM പ്രമുഖരായ പല ആൾക്കാരും BJP വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. കാത്തിരിക്കാം എന്നുള്ളതല്ല, ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് അപഗ്രഥിക്കാം. ഈ മുന്നറിയിപ്പുകൾ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതാണെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാം. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.